മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇങ്ങനെ കാണുമ്പോഴത്തേനും പലപ്പോഴും തോന്നോടോ എല്ലാവർക്കും ഞാൻ ഈ BJP പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക അതാണെന്നത്. പക്ഷേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണോടോ. അതിന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണണം. അതായത് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നിന്നും അതേപോലെ സ്വീഡൻ, സ്പെയിന്, ജർമ്മനി, ജപ്പാൻ എത്രയോ അനധികൃത കുടിയേറ്റമാണ് അവിടെ നടക്കുന്നത്. അത് ഗേറ്റും പൊട്ടിച്ചുകൊണ്ട് വരുമോ ഓരോരുത്തങ്ങൾ. പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല, ഗേറ്റ് ചാടി ഓടി വന്നിരിക്കുക. എത്രയോ പേരാണെന്നറിയോ. പോലീസുകാർ നോക്കി കുത്തി അവിടെ നിൽക്കുക. സോ നിങ്ങൾക്ക് മോദിയോടുള്ള വിരോധം എന്താണെന്ന് അറിയോ? നിങ്ങൾ മോദിയോടുള്ള ശരിക്കുള്ള വിരോധം എന്ന് പറഞ്ഞാൽ അമ്പലം പണിതല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാജ്യം കെക്കുന്നതിലോ അതിലൊന്നുമല്ല. അതായത് മോദിയുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കള്ളപ്പണം ഒഴുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും അതായത് രാജ്യത്തിന്റെ ഒരു അതിർത്തി ഭയങ്കരമായിട്ട് സുരക്ഷമായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അനധികൃതമായുള്ള കുടിയേറ്റങ്ങൾ നടക്കുന്നില്ല. അതേപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് അത് വലിയ ദോഷമായി. അങ്ങനെ ഒരു തരത്തിലും അനങ്ങാൻ പോലും വിടാതെ രാജ്യത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സേവകനായിട്ട് മാറിയതുകൊണ്ട് നിങ്ങൾക്കൊന്നും നടക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ലിബറലായപ്പം ഇപ്പോൾ UK-യും മറ്റുള്ള യൂറോപ്യൻ രാജ്യത്ത് ലിബറലായപ്പം നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് അവരവിടെ ഉണ്ടാക്കുക. സോ അത് നമ്മുടെ രാജ്യത്ത് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനോ ഇതിനോ നല്ല പപ്പുമോനോ ഒക്കെ ഒരു സീറ്റ് കൊടുത്താൽ മതി. ഒരു വിത്തിൻ ഇത്ര വർഷം കൊണ്ട് ആക്കി തരും. മനസ്സിലായില്ലേ? പകരം നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ മനസ്സിലാവുന്നുണ്ടോ? കാരണം അത് തന്നെ നിങ്ങൾക്കറിയാം. പണ്ടൊക്കെ എത്ര ആർക്ക് വേണേലും ഇന്ത്യയിലോട്ട് വരാം, ആർക്ക് വേണേലും ഇത് ചെയ്യാം, എന്ത് വേണേലും ചെറുതരം ചെയ്യാം. പണ്ടത്തെ അവസ്ഥയല്ല ഇന്ന് ഒരുപാട് ലോകം മാറി, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തലകൊണ്ടിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയണം. ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എത്ര അനധികൃതമായ കുടിയേറ്റം നടക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ കേട്ടില്ലേ? ഇദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹവുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിയുടെ മൂല്യം കൃത്യമായിട്ട് തെളിവ് സഹിതം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം. അവിടെയുള്ളൊക്കെയുള്ള പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ അവിടെ ജിഹാദിസം നട്ട് വളർത്തുന്നുണ്ട്. ജിഹാദിസം അവിടെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഈ ജിഹാദിസം ഒക്കെ എവിടെ നിന്നാണ് ഇവർ വരുന്നത് എന്നുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ലേറ്റസ്റ്റ് ഉദാഹരണം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞില്ലേ, സ്പെയിനിലേക്ക് ഒരു രേഖയുമില്ലാതെ സ്പെയിനിലേക്ക് മൊറോക്കോയിൽ നിന്നും അൾജീരിയയിൽ നിന്നും ആളുകൾ 60,000-ലധികം ആളുകളാ ഓടിക്കയറിയിട്ടുള്ളത്. ഈ അൾജീരിയ എടുത്തു നോക്കിയാൽ, ഈ പറയുന്ന മൊറോക്കോ എടുത്തു നോക്കിയാൽ, ഇതൊക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാ. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് അവിടെ നിന്നാ പോരാ, വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിലേക്ക് ഓടിക്കയറുക, സ്പെയിനില് ഈ ജിഹാദിസം വളർത്താൻ. എന്നിട്ട് സ്പെയിനിലെത്തിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? വീടുകൾ കൊള്ളയടിക്കുന്നുണ്ട്, വാഹനങ്ങൾ കൊള്ളയടിക്കുന്നുണ്ട്. അതായത് പലസ്തീനിലെ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തിയെങ്കിൽ സ്പെയിനിലേക്ക് മൊറോക്കോയിൽ നിന്നും അൾജീരിയയിൽ നിന്നും ആളുകൾ കയറിയിട്ട് ഒരു ഭീകരാക്രമണം നടത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അവിടെ വലിയ രീതിയിൽ കൊള്ളയടിക്കുക. 60,000-ലധികം ആളുകളെ സ്പെയിൻ പോലീസൊക്കെ നോക്കുകുത്തിയായിട്ട് നിൽക്കുക. പിന്നെ സ്പെയിൻ ഇതൊക്കെ ഒന്ന് അനുഭവിക്കുകയും വേണം. എടുത്തു പറയേണ്ടതാ. സ്പെയിൻ ഇപ്പൊ പലസ്തീൻ കൊടിയും പൊക്കി പിടിച്ച് നടക്കല്ലേ. ആ സ്പെയിനൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ, UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ഇത്തരം രാജ്യങ്ങളെ കണ്ട് പഠിക്കേണ്ടിയിരുന്നു. അവർ ആ കീറാമുട്ടി തുണിക്കഷ്ണമുണ്ടല്ലോ, ആ പലസ്തീന്റെ നെറികെട്ട പതാക, ആ പതാക ഗൾഫ് രാജ്യങ്ങളില് ഉയർത്താൻ, ആ പതാക ഉയർത്താൻ ഗൾഫ് രാജ്യങ്ങളില് ഓരോ രാജ്യവും സമ്മതിക്കൂല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ പെട്ട ഒരു രാജ്യവും അതെങ്ങനെ ആരെങ്കിലും ഉയർത്തിയാൽ സ്പോട്ടിൽ എടുത്ത് ജയിലിലടയ്ക്കും. അതേസമയം സ്പെയിൻ എന്താ ചെയ്തത്? അത് പൊക്കിപ്പിടിച്ച് ഐക്യദാർഢ്യം പറഞ്ഞു. അപ്പൊ ജിഹാദികൾ എന്ത് കരുതി? അവരുടെ സ്വന്തം രാജ്യമാണ് സ്പെയിന്. ആ സ്പെയിനിൽ ഞങ്ങളല്ലാതെ മറ്റാര് എന്ന രീതിയിൽ 60,000-ലധികം ആളുകൾ അങ്ങ് കടന്നു കയറിയിട്ടുണ്ട്. സ്പെയിൻ ഏതായാലും പെട്ടുകിടക്കുക. യൂറോപ്പിൽ ഈ പ്രശ്നം വലിയ രീതിയിലുണ്ട്. അഭയാർത്ഥികൾ വന്ന് കയറുക, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, യുദ്ധം കൊണ്ട് നശിച്ച് ഒരു വസ്തുവില്ലാതെ ഗതികെട്ട അവസ്ഥയിൽ നിന്ന് സിറിയ, ഇറാഖ് പോലുള്ള സ്ഥലത്ത് നിന്ന് അഭയാർത്ഥികളായിട്ട് യൂറോപ്പിലേക്ക് എത്തും. എന്നിട്ട് യൂറോപ്പിലെത്തിയിട്ട് എന്താ പണി? ആ ചോറ് തന്ന കൈക്ക് തിരിഞ്ഞു കൊത്തുക. എന്താ ചെയ്യുന്നത്? ജിഹാദിസം വളർത്തുക. സമാധാനത്തിൽ ജീവിച്ച് ഇവന്മാരാരും പോവില്ലല്ലോ.
സമാധാനത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹം ലോകത്ത് എല്ലാ സ്ഥലത്തുണ്ട്. ഗൾഫ് രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവിടെ ഒരു പലസ്തീൻ കൊടി ഉയർത്താൻ സമ്മതിക്കില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം. ഈ വിദേശത്തുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം എടുത്തു പറയാ. വിദേശത്ത് ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് നമ്മുടെ രാജ്യം സുരക്ഷിതത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയെ എതിർക്കുന്ന സകല ആളുകളുടെയും ലക്ഷ്യം എന്താ? ഈ രാജ്യം കുട്ടിച്ചോറാവണം, ഈ രാജ്യം കുട്ടിച്ചോറാവണമെന്ന് താല്പര്യമുള്ളവർ കോൺഗ്രസിനെ പിന്തുണച്ചോളൂ എന്ന് തന്നെയാ വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിലൊക്കെ യജാതി പ്രശ്നങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ? വലിയ പ്രശ്നങ്ങൾ, തെരുവിലേക്ക് ഇറങ്ങിയ ആളുകള്. ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് എന്താ? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാന്, അതേപോലെ തന്നെ പാകിസ്ഥാന്, ഇത്തരം രാജ്യങ്ങളിലെ ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ തന്നെ നിന്നോട്ടെ, അത് അവരുടെ രാജ്യമാണല്ലോ. അതേസമയം ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ, സിഖ്, ഹിന്ദു, ക്രിസ്ത്യാനി, ഇത്തരം ആളുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ അവർക്ക് പെട്ടെന്ന് പൗരത്വം കൊടുക്കും. ഇനി പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അവിടുത്തെ ഭൂരിപക്ഷ മതത്തിൽ നിന്ന് വന്നാലും കുറച്ച് കാലമെടുത്തിട്ടേ കൊടുക്കൂ പൗരത്വം. അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആളുകൾ അവരത് രാജ്യത്ത് തന്നെ നിന്നാൽ പോരെ? എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്? ഇവിടേക്ക് വരുന്നതിലൂടെ ലക്ഷ്യം പലതാണ്. ഇവിടെ നമ്മൾ കണ്ടതല്ലേ, SIR നടപ്പിലാക്കിയ സമയത്ത് ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ 8 നിലയിൽ അങ്ങ് പൊട്ടിയില്ലേ? വോട്ടർ എന്താണ് രാജ്യത്തെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അസമിലും ബംഗാളിലൊക്കെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? അപ്പൊ ഈ പറയുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശികളൊക്കെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യാതിർത്തി കടന്നു വരിക. അവർക്ക് മമതാ സർക്കാരും ഈ പറയുന്ന ടീമൊക്കെ വോട്ടർ ID, ആധാർ കാർഡ് സകലതും അച്ചടിച്ച് കൊടുക്കലായിരുന്നോ? അത്തരം ആളുകളെയൊക്കെ തന്നെ തിരിച്ചങ്ങ് ഓടിച്ചു. നമ്മുടെ രാജ്യാതിർത്തിയൊക്കെ കൊട്ടിയങ്ങ് അടച്ചു. ഒരുത്തരും ഇങ്ങോട്ടേക്ക് വരണ്ട, കൃത്യമായി രേഖകൾ വേണം. ഇവിടെ കുറച്ച് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാനികൾ ഇവരിങ്ങ് വരിക, തോന്നുമ്പോൾ പൊട്ടിത്തെറിക്കൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം നേരിട്ടിരുന്നോ? ഇപ്പൊ എത്ര സുന്ദരമായിട്ട്, എത്രത്തോളം വലിയ രീതിയിലാണ് നമ്മുടെ രാജ്യം സമാധാനത്തിലേക്ക് എത്തിയത്. സകലതും കൊട്ടിയടിച്ച് SIR നടപ്പിലാക്കി സകല പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും അഫ്ഗാനിസ്ഥാനികളെയും ഓടിച്ച സമയത്ത് തന്നെ രാജ്യത്ത് നിന്ന് എത്ര ആളുകളാണ് തിരിച്ചു പോയിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഭയമാണ്. കൃത്യമായ നമ്മുടെ രാജ്യാതിർത്തിയിൽ കൃത്യമായിട്ട് കാവലുകളുണ്ട്. നമ്മുടെ രാജ്യം സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്പെയിൻ എന്ന രാജ്യത്തെക്കാൾ കരുത്തുറ്റ രാജ്യാതിർത്തിയാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യാതിർത്തി ഭേദിച്ചിപ്പോ ആളുകൾ വരണമെങ്കിൽ ഒന്ന് ഭയക്കോ. ശക്തമായൊരു ഭരണകൂടം ഈ രാജ്യത്തുണ്ട്. സ്പെയിൻ യൂറോപ്യൻ രാജ്യത്തേക്ക് 60,000-ലധികം ആളുകൾ ഓടിക്കയറി. നമ്മുടെ രാജ്യം ഇന്നും സുരക്ഷിതത്തിൽ മുന്നോട്ട് പോവാ. ഞാനൊരു കാര്യം എടുത്തു പറയാം, കണ്ണുള്ളപ്പോ അതിന്റെ വില മനസ്സിലാവില്ല എന്നുള്ളതാണല്ലോ അത് പോയാലാണല്ലോ അതിന്റെ ഒരു വാല്യൂ നമ്മൾ തിരിച്ചറിയാം. അതേപോലെ തന്നെയാ നരേന്ദ്രമോദി സർക്കാർ എങ്ങാൻ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ ഈ രാജ്യം തൂക്കി പെറുക്കി വെക്കാൻ രാജ്യത്തെ പ്രതിപക്ഷം അണിനിരന്ന് കാത്തിരിക്കുക. കൂറാച്ചികളെ ഇറക്കി അവരൊരു പരീക്ഷണം നടത്തിയത് സകലരും കണ്ടതല്ലേ? ഇതേ കൂറാച്ചികൾ ഇറങ്ങിയതുപോലെ തന്നെയാ ഈ പറയുന്ന മൊറോക്കോയിലും അൾജീരിയയിലും യുവാക്കള് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ ചെയ്തിട്ടാ സ്പെയിനിലേക്ക് 60,000 ആളുകൾ ഒരൊറ്റ ദിവസം ഓടി നീന്തി കയറിയിട്ടുള്ളത്. അതേ ശൈലി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടുകൂടി കോക്രോച്ച് പാർട്ടിക്കാർ ഇവിടെ നടത്താൻ ശ്രമിച്ചു. അതിനെയും നമ്മുടെ രാജ്യത്തെ ഭരണകൂടം തന്ത്രപരമായിട്ട് തകർത്തങ്ങ് ധരിപ്പണമാക്കി. പുതുതലമുറ എന്താവശ്യപ്പെട്ട് അത് സ്വീകരിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു, എന്നെ തന്നെ ഞാൻ എൻ്റെ രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈ രാജിവെച്ചിട്ടുള്ളത്. ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഇത് എന്തൊക്കെ കണ്ടുകൊണ്ടാണ് ഈ രാജിവെക്കലിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന്. നമ്മുടെ രാജ്യത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ 24 മണിക്കൂറും സജ്ജമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു രാജിവെക്കലൊക്കെയായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞതാ. സ്പെയിനിലേക്ക് പോലും 60,000-ലധികം ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ എത്തിച്ചു. നമ്മുടെ രാജ്യവും തകർക്കാൻ പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടുകൂടെ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരെ രംഗത്തിറക്കി ഇവിടെയും ഒരു ശ്രമം നടത്തി. അതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ശക്തമായ ഭരണ സംവിധാനങ്ങൾ അടിച്ചങ്ങ് തകർത്തു എന്ന് തന്നെയാ നമ്മൾ പറയേണ്ടത്. മോദി ഉള്ള സമയത്ത്, മോദി എങ്ങാനും വീണ് കഴിഞ്ഞാൽ
നമ്മുടെ രാജ്യം തന്നെ തകരുമെന്നുള്ളത് സകലരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഈ രാജ്യത്തെ ഓരോ മുസൽമാനും, ഈ രാജ്യത്തെ ഓരോ ഹിന്ദുവിനും, ഈ രാജ്യത്തെ ഓരോ ക്രിസ്ത്യാനിക്കും, ഈ രാജ്യത്തെ മറ്റെല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും സമാധാനമാണ്, സ്വാതന്ത്ര്യമാണ്, സുരക്ഷയാണ് വേണ്ടത് എങ്കിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ ഈ രാജ്യം ഭരിക്കണമെന്ന് ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും അടിയുറച്ച് തന്നെ ഉയർത്തിപ്പിടിച്ചോളൂ. കോൺഗ്രസ് ഇവിടെ അധികാരത്തിലേക്ക് എത്തിയാൽ ഈ രാജ്യം തന്നെ തൂക്കി വിൽക്കുമെന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ.